ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഹാംസ്റ്റർ കോമ്പാറ്റ് അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വളരെയധികം ആളുകൾ ഇപ്പം നല്ല രീതിയിൽ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. കാരണം ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ബോട്ടും അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റും ഒന്നും നമുക്ക് ഓപ്പൺ ആവാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ കുറേയധികം ആളുകൾ പറയുന്നത് ഹാംസ്റ്റർ കോമ്പാറ്റ് നമ്മളെല്ലാവരെയും പറ്റിച്ച് പോയി. സോ ഈ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആ ഒരു കാര്യം പറയുന്നതിന് മുന്നേ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോഗ്സിൻ്റെ ഫ്രീ എയർ ഡ്രോപ്പ് എല്ലാ ടെലഗ്രാം യൂസേഴ്സിനും കിട്ടുമെന്ന്. അത് നിങ്ങൾ ഇതുവരെ ക്ലെയിം ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ക്ലെയിം ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്ങനെ ക്ലെയിം ചെയ്യണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നേരത്തെയുള്ള വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. ടെലഗ്രാം ഉപയോഗിക്കുന്ന എല്ലാ ആളുകൾക്കും 100% ഫ്രീ ആയിട്ട് ഇതിൻ്റെ എയർ ഡ്രോപ്പ് കിട്ടും. അതുപോലെ തന്നെ ഇവർ റീസെൻ്റ്ലി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ഇവർ ചിലപ്പോൾ ഈ ഒരു ക്ലെയിമിംഗ് ഫീച്ചറും കാര്യങ്ങളൊക്കെ ഈ വരുന്ന മൺഡേ എൻഡ് ആക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് വളരെ വലിയൊരു നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാ ആളുകളും എത്രയും പെട്ടെന്ന് ഈ ഒരു സാധനം ക്ലെയിം ചെയ്ത് വെക്കാനായിട്ട് മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇവർ ട്വിറ്ററിലിട്ട ഒരു പോസ്റ്റിന് നമ്മുടെ നോട്ട് കോയിൻ വെൽക്കം എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റും കൂടി ഇട്ടിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വലിയൊരു പ്രോഫിറ്റ് കിട്ടില്ല എങ്കിൽ കൂടിയും ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ രീതിയിൽ എയർ ഡ്രോപ്പ് എല്ലാവർക്കും പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് ഇത്. മറ്റുള്ള പ്രൊജക്റ്റുകൾ പോലെ തന്നെ നമ്മൾ ഇതിനകത്ത് വളരെ വലിയ രീതിയിൽ ടൈമും കാര്യങ്ങളൊന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതുവരെ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ ക്ലെയിമിംഗ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ആ ഒരു ബോട്ട് ഓപ്പൺ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എത്ര ഡോഗ്സ് ടോക്കൺ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കാണാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടെലഗ്രാമിൻ്റെ സെറ്റിംഗ്സിൽ പോയതിന് ശേഷം നിങ്ങളുടെ ഒരു യൂസർ നെയിം സെറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലെയിം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ആരും ഈ ഒരു എയർ ഡ്രോപ്പിനെ വളരെ നിസ്സാരമായിട്ട് കാണരുത്. തീർച്ചയായിട്ടും എല്ലാവരും ക്ലെയിം ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ബോട്ട് മണിക്കൂറുകളായിട്ട് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന സ്ക്രീന് പോലെ തന്നെ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. വെബ് പേജ് നോട്ട് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. കുറേയധികം മണിക്കൂറുകളായിട്ട് ഈ ഒരു അവസ്ഥ തന്നെയാണ് തുടരുന്നത്. അതുപോലെ തന്നെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിലും നമുക്ക് ഇതേ കാര്യം തന്നെയാണ് കാണാനായിട്ട് പറ്റുന്നത്. ഇവരുടെ വെബ്സൈറ്റിൽ നമ്മൾ കയറുവാണെങ്കിലും വെബ്സൈറ്റ് ക്യാൻ ബി റീച്ച്ഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പം രാവിലെ തൊട്ട് കുറേ അധികം ആളുകൾ നല്ല രീതിയിൽ പാനിക് ആയിട്ടുണ്ട്. ഹാംസ്റ്റർ കോമ്പാറ്റ് നമ്മളെ സ്കാം ചെയ്ത് പോയി, നമ്മുടെ സമയവും കാര്യങ്ങളൊക്കെ വേസ്റ്റായി എന്ന തരത്തിൽ കുറേ അധികം ആളുകൾ എനിക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ടീം ഓൾറെഡി അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ തന്നെ ആ ഒരു അപ്ഡേറ്റ് നമ്മുടെ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് നമുക്ക് അടുത്തായിട്ട് സംസാരിക്കാം. ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ അവർ ഇതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം. അതുപോലെ തന്നെ ഞങ്ങൾ ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവർ ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പരിഹരിക്കും എന്ന് പറഞ്ഞ രീതിയിൽ ഇന്ന് രാവിലെ 9:35 ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയധികം സമയമായിട്ടും കാര്യങ്ങളൊന്നും സോൾവ് ആക്കാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല. ഇനി നമുക്ക് പറയാനായിട്ടുള്ളത് ഇത് നമ്മളെയൊക്കെ പറ്റിച്ചു പോയതാണോ, ഇവർ പൂട്ടിപ്പോയതാണോ എന്നാണ്. തീർച്ചയായിട്ടും നിങ്ങളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 250 മില്യൺ മേലെ ആളുകൾ ഇവരുടെ ഈ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. അതിൻ്റേതായ ലോഡും കാര്യങ്ങളൊക്കെ സെർവറിൽ വരുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഒരു പക്ഷേ ഇവർ അനൗൺസ് ചെയ്തതനുസരിച്ച് ജൂലൈ മാസം ലിസ്റ്റിംഗ് ആണ് വരാനായിട്ടുള്ളത്. സോ വല്ല ക്ലെയിം ബട്ടണും കാര്യങ്ങളൊക്കെ അവരുടെ ആ ഒരു പേജിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അവർക്ക് ചില മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ അതും ആ ഒരു റീസൺ ആയിരിക്കാം. കാരണം 1-2 എക്സ്ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉദാഹരണത്തിന് CoinDCX എക്സ്ചേഞ്ചിൻ്റെ ട്വിറ്റർ പേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹാംസ്റ്റർ കോമ്പാറ്റ് ഈ മാസം ലിസ്റ്റ് ചെയ്യും എന്ന തരത്തിലുള്ള ട്വീറ്റുകളും കാര്യങ്ങളൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ലിസ്റ്റിങ്ങിന് മുന്നേ ഉള്ള ഒരു മെയിൻ്റെനൻസ് ആവാനുള്ള ഒരു പോസിബിലിറ്റിയും ആകാം. അങ്ങനെയൊന്നും നമുക്ക് തീർച്ചയായിട്ടും തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവർക്ക് ആളുകളെ സ്കാം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓൾറെഡി ടോണ് അതുപോലെ തന്നെ ഒട്ടനവധി ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളൊക്കെ ആയിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഒരു പ്രൊജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇവർ സ്കാം ചെയ്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. തീർച്ചയായിട്ടും കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ബോട്ടും കാര്യങ്ങളൊക്കെ ശരിയാക്കും. അതുപോലെ തന്നെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ മേലെ നിങ്ങളാരും പാനിക് ആവണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ മറക്കാതെ ഡോഗ്സ് ക്ലെയിം ചെയ്ത് വെക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുവാനുള്ളൊരു പോസിബിലിറ്റി ഡോഗ്സിലുണ്ട്.
അതുപോലെ തന്നെ നമുക്ക് അതിൽ വലിയ രീതിയിൽ പണിയും കാര്യങ്ങളൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്ലെയിം ചെയ്ത് വെച്ചാൽ മാത്രം മതിയാകും. അതുപോലെ തന്നെ മൺഡേ അവർ ക്ലെയിമിങ് ഉണ്ടാക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, 100% ഷുവർ അല്ല, പക്ഷേ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള വലിയ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.